തീർത്ഥാടനം പരിസ്ഥിതിക്ക് യോജിച്ച തരത്തിലാക്കണമെന്ന് ശബരിമല തന്ത്രി മഹേഷ് മോഹനര്. പ്ലാസ്റ്റിക് പരിപൂർണമായും ഒഴിവാക്കണം. തന്ത്രി കേരള വിഷന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ. ഒരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം കൂടി അവസാനിക്കാൻ പോവുകയാണ്. ഇനി മകരവിളക്കിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. നമ്മളോടൊപ്പം ശബരിമല തന്ത്രി ശ്രീ കണ്ഠരര് മഹേഷ് മോഹനരോട് ചേരുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ തീർത്ഥാടന കാലം? എല്ലാ തീർത്ഥാടന കാലം പോലെ തന്നെ വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പം അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ തിരക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ വരുന്നതിനേക്കാൾ ഉപരി ആളുകൾ ഒരു സ്വാഭാവികം നല്ല രീതിയിൽ വന്നുപോയി. തീർച്ചയായിട്ടും നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം ഈ കൊറോണയും മറ്റേതൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളൊരു തീർത്ഥാടനക്കാലമാണ്. കഴിഞ്ഞ തീർത്ഥാടനക്കാലം മുതൽ ഈ അത്ര അതിന് മുമ്പുണ്ടായിരുന്ന അത്ര നിയന്ത്രണങ്ങളൊക്കെ മാറ്റി ഇപ്പോൾ ആളുകൾക്ക് കുറച്ചുകൂടെ വരാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തിരക്ക് കൂടുതലായിരുന്നതെന്ന് തോന്നുന്നു. മുൻവർഷങ്ങളിലൊക്കെ ഈ നമ്മുടെ പമ്പ നീലിമല പാതകളാണ് കൂടുതലും ആശ്രയിച്ചിരുന്നത്. ഇപ്പോൾ അതിനൊരു മാറ്റം വന്നിട്ട് പരമ്പരാഗത പാതകളിലേക്ക് ആളുകൾ നീങ്ങിത്തുടങ്ങി. അങ്ങനെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? ഈ പുൽമേട് വഴി അതെ അത് ഒരുപാട് പേര് ഇത്തവണ എനിക്ക് തോന്നുന്നു 8,000 പേരോറ്റോ ഒരു ദിവസം വന്നിട്ടുണ്ട്. 6,000 7,000 അങ്ങനത്തെ ആ ഒരു റേഞ്ചിൽ ഒരുപാട് പേര് അങ്ങനെ വന്നിട്ടുണ്ട്. അത് ആളുകൾ അതിൽ താല്പര്യപ്പെടുന്നുണ്ട്. അത്ര ഒരു വഴിയിൽ ആ ഒരു അനുഭവം അങ്ങനെ കാട് വഴി വരുമ്പോൾ പ്രത്യേക ഒരു അനുഭവമാണല്ലോ. അപ്പോൾ അതിൽ ആളുകൾക്കൊരു താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് മകരവിളക്ക് ദിവസത്തെ പ്രധാന ചടങ്ങുകൾ? എങ്ങനെയൊക്കെയാണ്? മകരവിളക്കായിട്ട് ബന്ധപ്പെട്ട് ആദ്യം ശുദ്ധിക്രിയയാണ്. അതിനുശേഷം 15-ാം തീയതി ഈ സംക്രമ സമയത്ത് വെളുപ്പിന് 2:46 അതിന് മുമ്പായിട്ട് പൂജ തുടങ്ങി. ആ സമയത്ത് തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന നെയ്ത്തേങ്ങയിലെ നെയ്യ് അവിടെ വെച്ച് തന്നെ പൊട്ടിച്ച് അഭിഷേകം കഴിച്ച് ആ പൂജ മുഴുവനാക്കിയിട്ടാണ് അന്നത്തെ പതിവ് ചടങ്ങുകളായിട്ടുള്ള നിത്യമുള്ള അഭിഷേകവും ഗണപതിയും കാര്യങ്ങളും ഒക്കെ തുടങ്ങുന്നത്. പിന്നെ സാധാരണ പോലെ പോയിട്ട് വൈകുന്നേരം 5 മണിക്ക് നട തുറന്ന് തിരുവാഭരണം സ്വീകരിച്ചുകൊണ്ട് വരാൻ പോവുകയും തിരുവാഭരണം കൊണ്ടുവന്ന് തിരുവാഭരണം ചാർത്തിയുള്ള വിശേഷാൽ ദീപാരാധനയും പിന്നെ എഴുന്നള്ളത്തും, അങ്ങനെ ആ ഉത്സവം തുടങ്ങുകയായി. ഒരു കാര്യം, നമ്മുടെ ഈ സാധാരണഗതിയിൽ ഇപ്പോൾ ഈ നമ്മുടെ ഇരുമുടിക്കെട്ട് കൊണ്ടുവരുന്ന സാധനങ്ങളുണ്ടല്ലോ, പൂജാദ്രവ്യങ്ങളൊക്കെ പലപ്പോഴും കൃത്യമായി അവർക്ക് ആളുകൾക്ക് ഇതിനെക്കുറിച്ച് എങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാത്തതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഉപേക്ഷിച്ച് പോകുന്നത്. ചിലപ്പോൾ ആയിരിക്കാം ഒരു അതിൻ്റെ പറ്റിയുള്ള ധാരണ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഇപ്പോഴും ഒരുപാട് പേര് ഈ പനിനീരും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്, പ്ലാസ്റ്റിക്കും ഒക്കെ. അപ്പം എന്തായാലും എനിക്കൊന്ന് കുറേ മുമ്പ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളത് അപേക്ഷിച്ച് ഇപ്പോൾ കുറവായിരിക്കാം ഈ പ്ലാസ്റ്റിക്കൊക്കെ ഇടുന്നത്. അപ്പം ഇവിടുത്തെ ഈ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടാവാം. എന്നിരുന്നാലും കൃത്യമായൊരു ബോധവൽക്കരണം ഇനിയും ആവശ്യമാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ചും പ്ലാസ്റ്റിക്കിൻ്റെ. തീർച്ചയായിട്ടും പ്ലാസ്റ്റിക് ഇരുമുടിയിൽ എന്തായാലും പ്ലാസ്റ്റിക് ഒഴിവാക്കാവുന്നതാണ്. ഇരുമുടിയിൽ പ്ലാസ്റ്റിക്കിനൊരു തീരെയും പ്ലാസ്റ്റിക് ഒഴിവാക്കാവുന്നതാണ്. പിന്നെ മറ്റ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്നാലും അത് ഈ ഒരു ഭഗവാന്റെ പൂങ്കാവനത്തിൽ വിക്ഷേപിക്കാതിരിക്കാൻ നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ ആളുകൾ ഈ വസ്ത്രം നദിയിൽ ഉപേക്ഷിക്കുക, അതുപോലെ പ്രോപ്പറായിട്ട് നമ്മളെ കെട്ടുന്ന മാലകൾ പല സ്ഥലങ്ങളിൽ ഉപേക്ഷിക്കുക, അതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പമ്പയിൽ ഇപ്പോഴും വസ്ത്രം ആളുകൾ ഉപേക്ഷിക്കാറുണ്ടെന്ന് ഈയിടെ അറിയാൻ സാധിച്ചു. അതും പണ്ടത്തെ അപേക്ഷിച്ച് കുറവായിരിക്കാം. എന്നിരുന്നാലും അത് ഇന്നും പിന്തുടരുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ, കാരണം അതൊരു നദിയെ വളരെയധികം മലിനമാക്കുകയാണ്. അപ്പം അതിൽ നിന്നൊക്കെ പിന്മാറി ശരിയായിട്ടുള്ള ആചരണങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് അഭ്യർത്ഥന. നമുക്കൊരു ശബരിമല നമ്മുടെ മനസ്സിലൊരു ആശയമുണ്ടല്ലോ, ഇതിനൊരു വികസനം, അത്തരം എന്തെങ്കിലും ആശയങ്ങൾ മനസ്സിലുണ്ടോ? ഇല്ല, നമുക്ക് അതിനുള്ള ഞാൻ ചിന്തിച്ചിട്ടില്ല. പൊതുവേ ഇങ്ങനൊരു ശബരിമല അല്ലേ, ഭക്തിയിൽ പൂർണ്ണമായും ഭക്തിയിലുള്ളൊരു ശബരിമല അത് തന്നെയാണല്ലേ? തീർച്ചയായിട്ടും ഇവിടുത്തെ അതാണല്ലോ. ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രത്യേകത തന്നെ അതാണല്ലോ. ഒരു കുറേ 41 ദിവസത്തെ വ്രതം അനുഷ്ഠിച്ച് ഒരു പ്രത്യേക ജീവിതശൈലിയിൽ നമ്മൾ ഇത്രയും ദിവസം ജീവിച്ചതിന് ശേഷമാണ് ശബരിമലയിലേക്ക് വരുന്നത്. അപ്പം അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ആധ്യാത്മിക സന്ദേശമാണ് ഈ ശബരിമല തീർത്ഥാടനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എല്ലാവരിലേക്കും എത്തണമെന്നുള്ളത് തന്നെയാണ് ആഗ്രഹം, ആ ഒരു തലത്തിൽ. അതുപോലെ ഇതര സംസ്ഥാന തീർത്ഥാടകരും ഒത്തിരി പേര് വരുന്നുണ്ട്. അങ്ങനെ ആ തീർത്ഥാടകരുടെ എണ്ണത്തിൽ കൂടുതലായി വരുന്നുണ്ട് തോന്നുന്നുണ്ടോ? അതോ? എന്തായാലും ഉണ്ടാവുമല്ലോ, പുറത്തു നിന്നുള്ളവർ ഒരുപാടുണ്ടാവുമല്ലോ. ഇപ്പോൾ ആന്ധ്രാപ്രദേശും തമിഴ്നാടും കർണാടകയൊക്കെ. എന്താ തീർത്ഥാടകർക്ക് വേണ്ടി കൊടുക്കാനുള്ളൊരു സന്ദേശം? മുൻപ് പറഞ്ഞു തന്നെയാണ്, നല്ല രീതിയിൽ വ്രതം അനുഷ്ഠിച്ച് വരുന്നത്. അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ക്ഷേത്രത്തിൽ എപ്പോഴും ഭക്തന് തന്നെയാണ് ഏറ്റവും വലിയ ഒരു സ്ഥാനം. അപ്പം
എല്ലാ ക്ഷേത്രത്തിലും അങ്ങനെ തന്നെയാണ്, ഇവിടെ പ്രത്യേകിച്ചും. അപ്പോൾ ആ ഭക്തന് ഈ പറഞ്ഞ പോലെ ഒരു വ്രതമെടുത്ത് വരുമ്പോൾ ഈ ഭക്തൻ ഭഗവാൻ തന്നെയാണ്, അയ്യപ്പൻ എന്ന് തന്നെയാണല്ലോ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ആ ഭഗവാന്റെ സ്ഥാനം തന്നെയാണ്. അപ്പോൾ ഇനി അടുത്ത മണ്ഡലകാലത്തിന് കഴിയുന്നവരെ സന്നിധാനത്ത് അല്ലേ, സന്നിധാനത്തിലെ പൂജകൾ മുഴുകും. തീർച്ചയായും ഭക്തിയിലലിഞ്ഞ സ്നേഹത്തോടു കൂടിയ ഒരു തീർത്ഥാടനകാലം തന്നെയാണ് തന്ത്രി അദ്ദേഹവും പ്രതീക്ഷിക്കുന്നത്. ഒപ്പം എല്ലാവർക്കും മകരവിളക്കുമായി ബന്ധപ്പെട്ട ആശംസകളും നേരുകയാണ്. ശബരിമല സന്നിധാനത്ത് നിന്നും സജി തരലിനൊപ്പം ഡി ബിനോയ്, കേരള വിഷൻ ന്യൂസ്.